ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു അനുഭവ കഥ പറയാൻ ഒരുങ്ങുവാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവ കഥ. ഒരു കള്ളത്തരവുമല്ല, സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞങ്ങളുടെ ഈ സ്ഥലം ഒരു ഹില്ലി ഏരിയയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ല, നമ്മളിങ്ങനെ വരുന്ന വഴികളും. താമസിക്കുന്ന സ്ഥലം നല്ല നിരപ്പായ നല്ല സ്ഥലം തന്നെ, നല്ല കാലാവസ്ഥയും. ചൂടുകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ നല്ലതായിട്ട് തോന്നുന്നത്. അങ്ങനെ ഞാൻ കഥയിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ കഥ കേട്ടിട്ട് ഭയങ്കര ധൈര്യമാണോ? ധൈര്യം ഒക്കെ കുറച്ചൊക്കെ ഉണ്ട്. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീനുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ ധൈര്യം അത് ശരിക്കും അവരിൽ നിന്നൊക്കെ, എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് ആ ധൈര്യമൊക്കെ. എൻ്റെ അച്ഛന് മിലിറ്ററിയിൽ ജോലിയായിരുന്നു. അപ്പോൾ ഒക്കെ ചെറു പ്രായത്തിൽ തന്നെ ഞങ്ങളെ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരികയല്ല. ഞങ്ങൾ 3 പേരാണ്. നമ്മളോട് പറഞ്ഞു തരികയല്ല, പക്ഷേ ഞങ്ങളെ പിടിച്ചിരുത്തി കഥകൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞ് ഇങ്ങനെ ഓരോ മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു തരും. അപ്പം ആ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം കഴിവതും. അതൊക്കെ ഇപ്പോൾ പ്രായമാകുമ്പോഴാണ് ആ കഥ അങ്ങനെ പറഞ്ഞു തന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഈ മിലിറ്ററി ജോലിക്കാർക്കൊക്കെ ഭയങ്കര ചിട്ടകളും കാര്യങ്ങളും. അപ്പോൾ ആ ചിട്ടകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും നാശം ചെറുപ്പത്തെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തലയണ തലയിൽ വെപ്പിക്കും. ഇങ്ങനെ വെച്ചിട്ട് നല്ല വെയിലത്ത് ഒറ്റക്കാലയിലൊക്കെ നിർത്തുമായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഗുണം. എൻ്റെ 2 സഹോദരന്മാരുണ്ട്, ഞാനുണ്ട്. ഞങ്ങളൊക്കെ നല്ല മര്യാദയായിട്ട് തന്നെ വളർന്നു വന്നത്. ആരോടും ഒരു ആവശ്യമില്ലാതെ. പണ്ടൊക്കെ ഉണ്ടല്ലോ പിള്ളേരൊക്കെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓരോരുത്തർ ഭയങ്കര കുസൃതിയായിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കുറേ ശാന്തമായിട്ട് തന്നെ ഈ ചിട്ടകളിൽ കൂടെ അല്ലയോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ധൈര്യമായിരിക്കും എനിക്ക് കിട്ടിയതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നമുക്കിപ്പോൾ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ, എനിക്ക് ചില അസുഖങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അതെൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുമുണ്ട്. അപ്പം പറയും, മക്കളെ അത് നമ്മുടെ അനുഭവമാണ്. നമുക്ക് നല്ലത് വന്നാലും ചീത്ത വന്നാലും അത് മറ്റുള്ളവരെ പഴിയാരരുത്. നമുക്ക് വരുന്നത് നമ്മുടേത് തന്നെ. അത് വേറൊരാൾ ചെയ്തിട്ടാണെന്നോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടാ. നല്ലത് വന്നാൽ നമ്മൾ പറയത്തില്ല അവർ നമ്മളോട് അങ്ങനെ ചെയ്തിട്ടാ, അല്ലെ അവർ മുഖേനയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന്. അത് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഇത് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ അച്ഛനെ അമ്മയെ അല്ലെ സഹോദരങ്ങളെ അല്ലെ ഇതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിടും. അങ്ങനെ ഒരിക്കലും എടുത്തിടാൻ പാടില്ല. നല്ലത് വന്നാലും ചീത്ത വന്നാലും അത് നമ്മുടെ അനുഭവമാണ്, നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ മറ്റൊരാളിന് വേണ്ടി പഴിയരുത്. അതൊക്കെ എൻ്റെ അച്ഛൻ്റെ നല്ല കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ പാലിച്ച് ഞങ്ങൾ 3 പേരും ഇന്ന് വരെ ഒരാവശ്യമില്ലാത്ത എല്ലാവരും. എൻ്റെ മൂത്ത ഒരു സഹോദരനാണ്, എൻ്റെ ഇളയത്. ഞങ്ങൾ 3 പേര്, ഞാൻ നടുക്കത്തേത്. ഇന്ന് വരെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാനോ ആരുടെയും കാര്യങ്ങളോ പറയാനോ അങ്ങനെയുള്ള രീതി ഞങ്ങളെ വളർത്തിയത് കൊണ്ട് ആ ഒരു ഇത് ഞങ്ങൾക്ക് എന്നും ഉണ്ട്. അപ്പോൾ ഞാൻ കഥയിലോട്ട് കിടക്കാം. ഒരു 10-25 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ വീടിനടുത്ത് ഞങ്ങളെ ഇവിടെ ഈ പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്. ഈ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ പന്നി ശല്യം വരുമ്പം ഞങ്ങൾ വല കെട്ടും. കൃഷി ചെയ്ത് കുറേ ഭാഗം ഈ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലമുള്ള കിണറിനിടുന്ന വലയല്ല, അല്ലാതെ ഇവിടെയൊക്കെ ഉള്ളവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അത് കെട്ടും. അത് കെട്ടി അതിൻ്റെ ആവശ്യം കഴിയുമ്പം നമ്മൾ അഴിച്ച് മാറ്റി അങ്ങ് ഇടുകയും ചെയ്യും. അങ്ങനെ ഇത് പറമ്പിൽ കിടന്ന കൂട്ടത്തിൽ ഇത് പലയിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഈ ഏരിയയിലൊക്കെ സംഭവിക്കുന്ന കാര്യം. അതിൻ്റെ അകത്തൊരു പാമ്പ് കുരുങ്ങിയിട്ട്
ഇത് കിടന്ന് വെപ്രാളപ്പെടുക. പാമ്പ് കുരുങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തല ചെറുതായിരിക്കും, അപ്പോൾ ഇതിൽ കൂടെ അങ്ങ് കയറിപ്പോകാം. നടുഭാഗം വരുമ്പം ഇത് ഈ പുറത്തോട്ട് പോകാൻ വേണ്ടി വെപ്രാളപ്പെടും. അപ്പം ഇത് കൂടുതലും മുറുകിക്കൊണ്ടിരിക്കും. അവിടം വെച്ച് കുറേ ദിവസം ആരും കാണാതെ കിടന്നു കഴിഞ്ഞാൽ അത് മിക്ക ഇതും അങ്ങനെ കിടന്നങ്ങ് ചത്തുപോവുക. ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ട്, എനിക്കത് ജീവികളോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഇങ്ങനെ ഇത് വെപ്രാളപ്പെടുന്ന അപ്പോൾ നമുക്ക് അനക്കം കൊണ്ട് ഞാൻ എന്തോ ഇനിയോ പുറത്തെങ്ങാണ്ട് പോയതാണ്. നമ്മുടെ വീടിന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയേ ഈ സംഭവം. ഞാനിത് കണ്ടിട്ട് ഇത് ചെറുക വലിച്ച് എൻ്റെ വീടിന് അടുത്തായിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അന്ന് ലീവിൽ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു ഒരു പാമ്പ് ഇങ്ങനെ എനിക്ക് പറ്റത്തില്ല, പാമ്പ് കയറി കടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ചേരയാ, നമുക്കതിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞപ്പം വലിയ അതായിട്ടൊന്നും എതിർക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എതിർക്കും. അപ്പോൾ ആ ശബ്ദത്തിന് ഒരു എതിർപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളൊന്നുമില്ല, അവർ സ്കൂളിൽ പോയി. അതുകൊണ്ടാണ് ഞാനിതിനെ മുൻകൈ എടുക്കാൻ തീരുമാനിച്ചത്. അവരൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് നടക്കത്തില്ല. അപ്പോൾ ഞാൻ വലിച്ച് മുറ്റത്ത് കൊണ്ടുവന്നപ്പം എന്തോ ഒരു ദയ തോന്നി, എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അവരാരും അന്ന് വീട്ടിലില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് പേരെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും സാക്ഷിയാണ്. ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പറയും. പക്ഷേ ഇന്നത്തെ പോലെ വല്ല മീഡിയ നമുക്കിതുപോലെ യൂട്യൂബിലൊക്കെ ഇടാനായിരുന്നേ അങ്ങ് വൈറലായി പോയേനെ. അതുപോലെ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു അതിന് വേണ്ടി. അപ്പം ഞാൻ ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നിട്ട് പക്ഷേ ഇതൊന്ന് പമ്മിക്കടന്നു നമ്മളെ ഉപദ്രവിക്കാനോ ഇതിനെന്തോ മനസ്സിലായി നമ്മളിതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്നും ഒക്കെ. ഭയങ്കര വലിപ്പമുണ്ട്. ചേരപ്പാമ്പാണ് ഈ മഞ്ഞ കളറിൽ വലിപ്പമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഒന്നും ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ കൂടെ നിന്നതും. ഇല്ല, ഇതിന് വിഷമുള്ള പാമ്പ് ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ഒരു മിനിറ്റ് പറയാം. ജീവികൾ ഇഷ്ടംപോലുണ്ട്. അവരൊന്നും എൻ്റെ ഇവിടെ തന്നെ ആണെങ്കിലും വർഷങ്ങളായിട്ട് റബ്ബർ വെട്ടുന്നവരുണ്ട്. അവരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ്. അവർ ഹെഡ്ലൈറ്റ് വെച്ചാണ് വെളുപ്പിനെ വെട്ടാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഈ പാമ്പൊക്കെ കടിക്കുമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പറയും, മക്കളെ സത്യമുള്ളതാണ് പാമ്പ്. അങ്ങനെ കടിക്കാനായിരുന്നേ നമ്മളിത് എൻ്റെ കുടുംബത്തെ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു അപ്പച്ചിയാണ് ഈ പാമ്പ് കടിച്ച് മരിച്ചിട്ടുള്ളത്. അല്ലാതെ എൻ്റെ അറിവിൽ ആരും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ. അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു സത്യമില്ലാതെ ഇത് ചെയ്യത്തില്ലെന്നുള്ളത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സമയം ഇങ്ങനെ ഇതിനു വേണ്ടി ഇരുന്ന് ബ്ലേഡ് വെച്ച് ഓരോ ഭാഗം ഞങ്ങൾ മാറ്റി കൊടുക്കും തോറും ഇത് വെപ്രാളപ്പെടുക. നമ്മളെന്തുവാ ചെയ്യുന്നതെന്ന് അതിനൊട്ട് മനസ്സിലാകുന്നുമില്ല. ഇത് അടുത്തടുത്ത് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. പാലിട്ടൊക്കെ ആണെങ്കിലും അടുത്ത വലയ്ക്കകത്തോട്ട് വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഇതിനെ ഈ ബ്ലേഡ് വെച്ച്, പക്ഷെങ്കിൽ ഒരപകടമാണ്. എന്നാലും ഇത് മേല് നൊന്താൽ കടിക്കുമെന്നാണ്. അതിപ്പോൾ ഏതാണെങ്കിലും കടിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വളരെ വലിയൊരു കാര്യങ്ങൾ അതിന് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എന്നെ രക്ഷിച്ച ഒരു കഥയുമുണ്ട്. ഞാനൊരു സമയത്ത് ഈ മൈസൂർ മണി എന്ന് പറഞ്ഞ ഒരു ചീരയുണ്ട്. അത് ഞാൻ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ അത് കൊടുത്താൽ മുറുകിയിരിക്കുന്നവർക്കൊക്കെ വയറ്റിൽ നിന്ന് പോകാനൊക്കെ സഹായിക്കും. അതിനുവേണ്ടി ഞാനത് പറിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തൊന്നാൽ ഇത് മൂടോട് ഒരുപാട് പറമ്പിലൊക്കെ ഉണ്ടെന്നാൽ വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന് ഇതിനെല്ലാം ഒരുക്കാം. അത് കുറേ മൂടോട് കൂട്ടി പിടിച്ചു ഇങ്ങനെ മുറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഒരു സ്റ്റാൻഡിലാണ് വെച്ചത്. നിലത്ത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് സ്റ്റാൻഡിൽ വെച്ച്. അപ്പം നേരത്തെയൊക്കെ ഇവിടെ വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അത്ര കാണത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്റ്റാൻഡിൽ നിന്ന് ഈ ലൈറ്റ് വെട്ടത്ത് ഭിത്തിയിലോട്ടൊരു നമുക്കൊരു വെട്ടം പോലെ വന്ന് ഇതിൻ്റെ നിഴലടിക്കുക. ഈ പാമ്പ് ഇങ്ങനെ മേളിലോട്ട് കയറുന്നത്. ഇതെന്തോ പാമ്പാണെന്നോന്ന് ഞാൻ തന്നെ ആദ്യം കണ്ടത്. ഞാൻ പറഞ്ഞത് കണ്ട ഒരു പാമ്പ്. പക്ഷേ അന്നേരം
ആരോ വീട്ടിലുള്ള ഒന്ന് രണ്ട് പേരോ എൻ്റെ നാത്തൂനൊക്കെ ഉണ്ട്, അയ്യോ ഇതേന്ന് ഞാൻ പറഞ്ഞല്ല, ഞാൻ സമ്മതിച്ചില്ല. പക്ഷെങ്കിൽ സംഭവം ഞാൻ കൊണ്ടുവന്ന അന്ന് തന്നെ അന്നേരം എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് വന്നതാണ്. പച്ച കളറിൽ അതിനൊക്കെ വിഷമുള്ളതാണ്. പക്ഷെങ്കിൽ ഞാനതിനെ പിടിച്ച് ഇങ്ങനെ മുറിച്ചപ്പോൾ അതിൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും എന്നെ അത് കടിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം ഈ പാമ്പിനെ ഞാൻ രക്ഷിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരാളിനെ രക്ഷിച്ചതിന് ഒരാൾ എന്നെയും രക്ഷിച്ചു. അങ്ങനെ ഇങ്ങനൊരു കഥ എൻ്റെ ജീവിതത്തിലെ കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ പറയും മനസ്സിൻ്റെ ധൈര്യമാണ്. ഞാൻ പറഞ്ഞല്ലേ ഈ ധൈര്യം എവിടുന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ അങ്ങനൊരു കാര്യം നിങ്ങളോടുകൂടെ ഞാൻ ഇന്ന് എപ്പോഴും ഞാൻ ഓർക്കും. ഇത് ഞാൻ നിങ്ങളോട് പറയണം. എനിക്കത് ഒന്നും മനസ്സിനൊരു സമാധാനം കൂടെ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും രക്ഷിക്കുന്നത് കൊള്ളാം. കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് അത് ഒരു ജീവിയെ നമ്മൾ രക്ഷിച്ചു വിടുക, അത് ചെയ്യുന്നത് കൊള്ളാം. മറ്റേത് ഞാൻ അറിയാതെ പറ്റിയ സംഭവമാണ്, അറിയാതെ പറ്റിയതാണ്. അതൊക്കെ അങ്ങനൊന്നും വരാതെ ഞാൻ ഇത് പ്രചോദനമൊന്നുമല്ല. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കേ.